ഇന്നുണ്ടല്ലോ ഇന്ത്യൻ ഷോപ്പിൽ പോയപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള വേപ്പിലയും അതുപോലെ തന്നെ പച്ചമുളകും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് തന്നെ വരുന്ന വേപ്പിലയും പച്ചമുളകും ഒക്കെയാണ്. ഇതിപ്പോൾ ഞാൻ എല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ വെള്ളത്തിൽ കുറച്ച് വിനീഗർ ഒഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം ഒരു 5-6 വട്ടമെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കും. പിന്നീട് ഇതിനെ ഒരു സാലഡ് സ്പിന്നറിലേക്ക് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് സ്പിൻ ചെയ്തെടുക്കും. ഇങ്ങനെ സാലഡ് സ്പിന്നറിൽ വെച്ച് ട്രൈ ചെയ്യണമെന്നില്ല, വെള്ളം ഒട്ടും പാടില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇങ്ങനെയാട്ടാ ചെയ്യൽ. ഇതാകുമ്പോൾ എനിക്ക് ഭയങ്കര ഈസിയാണ്, അതുപോലെ തന്നെ ഒട്ടും വെള്ളം ഇല്ലാണ്ട് കിട്ടുകയും ചെയ്യും. ഇതിൽ കണ്ടില്ലേ, തീരെ വെള്ളമില്ല, നല്ലോണം ഡ്രൈ ആയിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനത്തെ കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക ചെയ്യുക. ഞാനിപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ടിഷ്യൂ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേപ്പിലയെല്ലാം ഒരു കണ്ടെയ്നറിലേക്കും അതുപോലെ തന്നെ പച്ചമുളക് വേറൊന്നിലേക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും. അങ്ങനെയാട്ടാ ചെയ്യുക. ഇതൊരുപാട് നാൾ കേടുകൂടാണ്ടിരിക്കും. പച്ചമുളക് ഇങ്ങനെ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റെം റിമൂവ് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോവും. ഇപ്പോൾ ഒരുപാട് നാളായിട്ട് പച്ചമുളകും വേപ്പിലയൊക്കെ ഇങ്ങനെ തന്നെയാട്ടോ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ശരി, ഇനി പുതിയൊരു വീഡിയോയിൽ കണ്ടാലോ.